ഹലോ ഗായ്സ്, നമസ്കാരം. അങ്ങനെ ഞാനിപ്പം ഇന്നത്തെ തമിഴ്, ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞ് ഇന്നത്തെ തമിഴ് ഇപ്പോൾ കണ്ടു തീർത്തതേ ഉള്ളൂ. ഇന്നത്തെ തമിഴിൽ പ്രത്യേകിച്ച് നടന്നതെന്ന് വെച്ചാൽ രഞ്ജിത്തിന് എട്ടിത്തിട്ടം അലക്കി എന്ന് പറഞ്ഞാൽ നല്ല രീതി അലക്കി വെളുപ്പിച്ചല്ലോ. അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ അരമണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് അട്ടിച്ചങ്ങ് നല്ല രീതി എട്ടിത്തിട്ടം കലക്കി കൊടുത്ത്. മെയിൻ ടോപ്പിക്ക് ഇന്നത്തെ രഞ്ജിത്തിൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. കാരണം വന്നിട്ട് ഇപ്പം 7 ദിവസമായി. ഇതേവരെ പുള്ളി നല്ലൊരു കളി കളിച്ചിട്ടില്ല. മീൻസ് ഒന്നോ രണ്ടോ അടുത്ത കാണ്ടേ കളിച്ചിട്ടുള്ളൂ. വേറെ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ രഞ്ജിത്തിന് ഒരു കളിയേ ഇല്ല. ചുമ്മാ ക്യാപ്റ്റനും കൂടെ ആയിരുന്നു ഈ ആഴ്ച. ക്യാപ്റ്റൻ ഒരു എവിടെ കണ്ടൊന്നുമില്ല. അങ്ങനെ രഞ്ജിത്തിൻ്റെ അടുത്ത് അലക്കുന്നുണ്ട്. പിന്നെ വേറെ ആരും അലക്കിയില്ല. അരുണെ വീണ്ടും എടുത്ത് തോന്നുന്നു. റാണവ് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് റാണവിനെ മാത്രം ഒരു കോൺട്ര ചെയ്യുന്നു കൂട്ടും. അതായത് അവനെ മാത്രം വല്ലാത്ത രീതി കളിയാക്കുന്ന കൂട്ടം ഒരു ചെറിയ തോന്നുന്നു. എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും, വേറെ തോന്നത്തില്ലായിരിക്കും എന്തോ. എനിക്ക് അങ്ങനെ ഇന്നത്തെ ഇതിനകത്ത് തോന്നി. അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവനിട്ട് ഈ സേതു അവൻ സംസാരിക്കുമ്പോൾ മാത്രം അവനെ ഇട്ട് ചുമ്മാ കളിയാക്കുന്ന കൂട്ടും. ബാക്കി ആരും സംസാരിച്ചാലും ഒരു ഹായ് ഹലോ അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. ഇന്നലെ പവിടുത്ത് പറഞ്ഞപ്പോഴത്തെ പവിയുടെ മോഹത്ത് പറഞ്ഞപ്പോഴത്തെ അവൻ കാര്യം മനസ്സിലായി. ലാസ്റ്റ് പവിടുന്ന് നേരെ വീണ്ടും ചാൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റാണവിനെ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിട്ട് ആക്കുന്ന പോലെ എനിക്ക് ചെറിയായിട്ട് തോന്നി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ തർഷിക പോയി. തർഷികയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കി വിശാലിൻ്റെ പേര്. കാരണം വിശാൽ കാരണമാണ് തർഷികയുടെ ഗെയിം പോയെന്നുള്ള ആ രീതിയിലുള്ള ഇത് 3-4 കുത്തി ചോദിച്ചു. പക്ഷേ വിശാലിൻ്റെ പേര് പറഞ്ഞൊന്നുമില്ല. തർഷിക പറഞ്ഞു ഓക്കെ അവിടെ വന്ന് തെറ്റായിരുന്നു. കാരണം വന്ന സമയത്ത് അവൾ നല്ല സൂപ്പറായിട്ട് കളിച്ചത്. 2 ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. വന്ന് കയറുമ്പോൾ നല്ല കിട്ടുകൊണ്ട് കളിച്ചത്. ഒരു 2-3-4 ആഴ്ച വരെ കിട്ടുകൊണ്ട് കളിച്ചത്. മറ്റേ ആണും പെണ്ണും ആ ഒരു ഇതിനുള്ളപ്പോൾ ആമ്പിള്ളേർ സെപ്പറേറ്റ് പെമ്പിള്ളേർ സെപ്പറേറ്റ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉള്ളപ്പോൾ നല്ല രീതിയിൽ കളിച്ചൊന്നൊരു കൊച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞിട്ട് ഈ ലോട്ടറാക്കി അത് പെട്ടു. ക്രഞ്ച് ലവായി മൊത്തത്തിൽ വെറുപ്പിൻ്റെ എക്സ്ട്രീം പീക്ക് ലെവലിൽ വരെത്തി. വിശാലിൻ്റെ കളി വിശാൽ വന്നപ്പോൾ നല്ല കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവനും ഇവിടെ നിന്ന് വിശാൽ ഏറ്റവും താഴെത്തിട്ടായി. അപ്പം പിന്നെ നാളത്തെ ക്യാപ്റ്റൻ വിശാലാണ്. നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും നോമിനേറ്റ് ആയിട്ടുണ്ട്. ജെഫ്രി നോമിനേറ്റ് NF ഉള്ളതുകൊണ്ട് ജെഫ്രി നോമിനേറ്റ് അല്ല. വിശാലി ക്യാപ്റ്റൻ വിശാലി നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടിനും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ്. മൊത്തത്തിൽ നോമിനേറ്റഡ്. ജെഫ്രി വിശാലി ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ്. ഇപ്പം കൂടുതലും രഞ്ജിത്ത് പോകുമായിരിക്കും. രഞ്ജിത്ത് ഇപ്പം 2 ആഴ്ച കൊണ്ട് ഡബിൾ വെക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച ഡബിൾ വെക്ഷനായിരുന്നു. ഈ ആഴ്ച ഡബിൾ വെക്ഷനാണ്. അടുത്ത ആഴ്ച വെക്കുമെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. എന്തായാലും പോകാൻ കൂടുതൽ ചാൻസ് രഞ്ജിത്ത് തന്നെ ആയിരിക്കും കൂടുതൽ പോകാൻ ചാൻസ്. ഓക്കെ, ഞാൻ ഡിജിറ്റലായിട്ട് പറയുന്നത് സംഭവിച്ചതെന്ന്. സേതു വന്നിട്ട് ഫസ്റ്റ് പവിയെ തൂക്കുന്നു. പവിയെ തൂക്കിട്ട് വരുന്നു. എത്ര വോട്ട് കിട്ടി ബെസ്റ്റ് പെർഫോമൻസ്? അപ്പോൾ പവി പറയുന്നത് 6 വോട്ട് കിട്ടുന്നു. രണ്ടാമത് രഞ്ജിത്തിനെ പൊക്കുന്നു. രഞ്ജിത്തിന് 8 വോട്ട്. ക്യാപ്റ്റനായിട്ട് രഞ്ജിത്തിന് 8 വോട്ട്. അങ്ങനെ പവി എടുത്ത് കാരണം ചോദിക്കുന്നു. പിന്നെ രഞ്ജിത്തിന് ചോദിക്കുന്നു. പിന്നെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടോ ചോദിക്കുന്നു. ക്യാപ്റ്റൻസി ചോദിച്ചാൽ റയാൻ എടുത്തിട്ട് വെച്ച് തേച്ചാൻ കൊടുക്കുന്നു. മഞ്ചേരി എടുത്തിട്ട് അലക്കുന്നു. റാണവ് നല്ല രീതിയിൽ പറഞ്ഞു. അവനെ കൊണ്ട് രാവുന്ന രീതി അവനൊക്കെ പറഞ്ഞു. പക്ഷേ അവനെ ചുമ്മാ കളിയാക്കുന്ന കൂട്ടി ഒരു ഇത് ആക്കി കളഞ്ഞു. പിന്നെ അരുണിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അരുണും എടുത്തിട്ട് അലക്കി കൊടുക്കുന്നു. അരുണും സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അരുൺ തുടക്കത്തിൽ തന്നെ കയ്യിൽ നിന്ന് പോയി. അവനെ കളിയാക്കുന്നുണ്ട് അരുണിനെ. പിന്നെ ജാക്ക് എടുത്തിട്ട് അലക്കി കൊടുക്കുന്നുണ്ട്. തർശി എടുത്തിട്ട് അലക്കുന്നു. ഏറ്റവും കൂടുതൽ അലക്കിയത് റയാനും ജാക്കുമാണ്. എടുത്തിട്ട് അലക്കി അങ്ങോട്ട് കൊടുത്ത്. പിന്നെ നേരെ സൗണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നു. സൗണ്ട് എടുത്തിട്ട് അലക്കി കൊടുക്കുന്നു. സൗണ്ട് പറയുന്നത് ക്യാപ്റ്റനെ കാണാൻ പോലും ഇല്ലെന്നാണ് സൗണ്ട് പറഞ്ഞത്. പിന്നെ മുത്തുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. മുത്തു എടുത്തിട്ട് അലക്കി കൊടുക്കുന്നു. മുത്തുവിന് പിന്നെ സംസാരിക്കാൻ ഒരു ഇതുണ്ടല്ലോ. ആ ഒരു ഇതിൻ്റെ ഉള്ളതുകൊണ്ട് അവൻ മുത്തു നല്ലൊരു സംസാരിക്കും. നല്ലൊരു ആ ഒരു കാരണം വേർഡ്സ് വെച്ച് നല്ല കളിക്കാൻ നല്ലൊരു ബെസ്റ്റ് നല്ലൊരു ഐറ്റമാണ്. കാരണം മുത്തു നല്ല പ്രിപ്പയർ ചെയ്ത് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ മുത്തു നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല പ്രിപ്പയർഡ് ആയിട്ട് നല്ല കിണ്ണുകാച്ച രീതിയിലാണോ കയറി വന്നത്. അവനറിയാം എവിടെയൊക്കെ ഏത് ഗ്യാപ്പ് കിട്ടിയാൽ നല്ലൊരു ഗോൾ അടിക്കാൻ നല്ല ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ മുത്തു തന്നെയാണ്. മുത്തു എടുത്തിട്ട് അലക്കുന്നു. സൗണ്ട് അവളെ കൊണ്ടാവുന്ന രീതി എടുത്തിട്ട് അലക്കുന്നു. അൻഷി അതേപോലെ തന്നെ പറയുന്നു. പിന്നെ ലാസ്റ്റ് രഞ്ജിത്തിൻ്റെ പോകുന്നത്. രഞ്ജിത്ത് പിന്നെ അങ്ങോട്ട് ഓക്കെ ഞാൻ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ നിങ്ങളെല്ലാം ക്ഷമ ചോദിക്കുന്നു. ആ ട്രാക്ക് പിടിച്ചപ്പോൾ സേതു പറഞ്ഞു ഇതല്ല എനിക്ക് വേണ്ടത്. കാരണം ഇങ്ങനത്തെ ഇതല്ല സഹതാപം അല്ലെങ്കിൽ സിമ്പത്തി അല്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനത്തെ ഇതല്ല വേണ്ടത്. 2, 3, 4 തൊട്ട് എടുത്ത് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ട് അലക്കി കൊടുത്തു. അതിനിടയ്ക്ക് പിന്നെ മറ്റേ സൗണ്ടിനെ മറ്റേ പൊട്ടി വയ്ക്കണോ കുത്തി തയ്ക്കണമെന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. മറ്റേ സൈക്കിൾ കറക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് ആ ഡയലോഗ് രഞ്ജിത്ത് നിന്ന് പറഞ്ഞു. സൗണ്ട് ആദ്യം എപ്പോഴാണ് കേൾക്കുന്നത്? സൗണ്ട് ഈ കാര്യം അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പറയാൻ അറിയാവുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ മുത്തുവിനെ കൊണ്ട് പറയും മറ്റേ റയാൻ എന്ന് വിളിക്കും. എന്നിട്ട് തമ്പി അടങ്ങിയിരിക്കും തമ്പി ആ രീതിയിൽ പറഞ്ഞു. അന്നേരം ഇടയ്ക്ക് ദേഷ്യം വരും. പിന്നെ ദേഷ്യം വരുന്നില്ല ആ രീതിയിലുള്ള ഒരു. പിന്നെ മുട്ട എടുത്തതിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് തർശി പറയുന്നുണ്ട്. മുട്ടയുടെ ഇതിനെക്കുറിച്ച് റയാനൊക്കെ എടുത്തിട്ട് അലക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ മെയിൻ എന്ന് വെച്ചാൽ ഈ ഇതാണ് രഞ്ജിത്തിനെ എടുത്തിട്ട് അലക്കി. ഇതാണ് മെയിൻ ടോപ്പിക്ക്. എടുത്തിട്ട് വാരി കുറിച്ച് നല്ല രീതിയിൽ അലക്കി കളഞ്ഞു. ഒരു അരമണിക്കൂറത്തെ ഒരു അലക്കുണ്ടായിരുന്നു. ഒറ്റ ടോപ്പിക്കിൽ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ഈ ഒരു ടോപ്പിക്കിൽ രഞ്ജിത്തിനെ നല്ല രീതിയിൽ അലക്കി കൊടുത്തു. പിന്നെ അലക്കി കൊടുത്ത് അരുണിന് മാത്രമേ ചെറിയൊരു റോസ്റ്റ് കിട്ടി. ബാക്കി എല്ലാ റോസ്റ്റും ഇവിടെ തന്നെ ആയിരുന്നു.
പിന്നെ അതിനുശേഷം ഓഡിയൻസിനോട് ചോദിക്കുന്നു. അങ്ങനെ ഓഡിയൻസ് പറയുന്നു ഇതേപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ മറ്റേ മീൻസ് പുള്ളിയുടെ മനസ്സെന്തെങ്കിലും വെച്ചിട്ടാണ് ചോദിക്കുന്നത്. കാരണം സേതു ഒരു ഉത്തരം ആഗ്രഹിക്കും. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ചോദ്യം ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം എവിക്ഷനിൽ ആദ്യമേ അരുൺ സേവ് ആവുന്നു. പിന്നെ അതിനുശേഷം മീൻസ് അരുൺ സേവായി, ജാക്ക് സേവായി, അൻഷി സേവായി, റയാൻ സേവായി, അങ്ങനെ ഓരോരുത്തർ പവി സേവായി, അങ്ങനെ ഓരോരുത്തർ സേവായി, സൗണ്ട് സേവായി, അങ്ങനെ ഓരോരുത്തർ സേവായി അവസാനം വിശാലും ദർശിയും വന്നപ്പോഴത്തേക്കും ദീപകിനോട് ചോദിക്കും. ദീപക് പറയും തർശി പോകുമെന്ന് പറയുന്നു. മുത്തു പറയുന്നു തർശി പോകുമെന്ന് പറയുന്നു. അരുണിൻ്റെ അടുത്തേക്കും അരുൺ പറയുന്നു വിശാൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരും രഞ്ജിത്ത് പറയുന്നു തർശിയെ പോകുന്നു. കാരണം തർശി പോകാനുള്ള കാരണം പറയുന്നത് വെച്ചാൽ വന്നപ്പം ഇവിടെ നിന്ന് തർശി ഇപ്പം താഴത്തില്ല നിൽക്കുന്നത്. അങ്ങനെ കൂടുതൽ ലാക്കാക്കൊന്നും ആകത്തില്ല. സേതു പറഞ്ഞു തർശി യു ആർ എവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ തർശി എവിക്റ്റ് ആവുന്നു. അങ്ങനെ അവൾ ചിരിച്ചുകൊണ്ട് നേരെ ബായി പറയുന്നു. വിശാലിനെ അവസാനം കെട്ടിപ്പിടിച്ചിട്ട് വിശാലിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അവിടെ അമ്മ കൊടുത്ത ഒരിത് മാല അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ദർശി അവിടുന്ന് പോയി മറ്റേ ബൊമ്മ പൊട്ടിക്കുന്നുണ്ട്. പാവ തല്ലി പൊട്ടിക്കുന്നതിന് നേരെ പുറത്തിറങ്ങി ഫ്രണ്ടിൽ വന്ന ശേഷം സേതു 2-3 വട്ടം കുത്തി ചോദിച്ചു. കാരണം വന്നപ്പോൾ നല്ലോണം കളിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ദർശി നിനക്ക് പറ്റിയത്? നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വന്നപ്പോൾ നല്ല കളിച്ചുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ്. പിന്നെ എവിടെ നിന്നൊരു കളി തെറ്റിയത്? അതായത് വിശാലിൻ്റെ പേര് അവിടെ വായന്ന് കേൾക്കണം. ഇതാണ് സേതു ഒരു ആഗ്രഹം. പക്ഷേ അവൾ പറഞ്ഞൊന്നുമില്ല. കറക്കി പിന്നെ അവിടെ മറ്റേ വീഡിയോ കാണിച്ച് എ വി കാണിച്ചപ്പോഴത്തേക്ക് അവിടെ അന്നേരം കരയാതിരുന്ന അവൾ അവസാനം വിശാലും ഇവളും തമ്മിലുള്ള കുറേയൊക്കെ കട്ട് പീസ് വീഡിയോസ് കുറേയൊക്കെ കാണിച്ചായിരുന്നു. അതായത് അവസാനം രാത്രി ഇരിക്കുന്നത്, അതായത് തലേദിവസം അവസാനം രാത്രി ഇരുന്ന് ആ ഇതുവരെ വീഡിയോ വരെ കാണിച്ചായിരുന്നു. അത് കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ അവൾ കരയാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ നേരെ കുറേ കണ്ടസ്റ്റനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ പവിയുടെ സംസാരിക്കുന്നുണ്ട്, പിന്നെ വിശാലിൻ്റെ സംസാരിക്കുന്നുണ്ട്, പിന്നെ അപ്പോഴത്തേക്ക് ജെഫ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലായിടത്തും നോർമൽ ആ രീതിയിൽ ഹുഹി. അപ്പോഴത്തേക്ക് പിന്നെ വിശാൽ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഒരിക്കലും നിൻ്റെ പാസം നിൻ്റെ നീ കാണിച്ച സ്നേഹം ഒരിക്കലും നിന്നെ ധികരിച്ചിട്ടില്ല. നിന്നെ മീൻസ് ഞാൻ ഒരിക്കലും അങ്ങനെ നിന്നെ കളിയാക്കിയിട്ടില്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും നീ വിചാരിക്കരുതെന്ന് ആ രീതിയിൽ അവന് ചെറിയ വിഷമം അതുപോലെ ചെറിയ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ വിഷമം ഒരു ചെറിയ കുറ്റബോധം അവൻ്റെ മനസ്സിൽ ഒരു കാരണം അവൻ കാരണമാണോ അവൾ പുറത്തായെന്നുള്ള ആ ഒരു ഇത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത്, വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞതാണ്. പവി വരെ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഈ ലൗട്രാക്കാണ് നിൻ്റെ കുഴപ്പത്തിലാക്കുന്നത്, നീ നിൻ്റെ കളി ശരിയല്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ തർഷിക പുറത്തായി പുറത്ത് പോകുന്നു. അതിനുശേഷം വീണ്ടും സേതു പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും കൈവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിൽ വരാൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തർ കൺഫെഷൻ റൂമിൽ വരുന്ന സേതു ഓരോ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും കൺഫെഷൻ ഫസ്റ്റ് ജെഫ്രിയാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തർ വന്ന് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കളിക്കണം, ഇങ്ങനെ രീതി കളിക്കണം എന്നുള്ള ആ ഒരു ഉപദേശം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് നടന്നത്. അപ്പോൾ നാളത്തെ ക്യാപ്റ്റൻ വിശാലും നോമിനേറ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ജെഫ്രി നോമിനേറ്റഡ് അല്ല, അവന് NFP ഉണ്ട്. വിശാൽ ക്യാപ്റ്റനായിട്ട് അവനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടില്ല. ബാക്കി എല്ലാവരും വീട് ഉൾപ്പെടെ. കാരണം റാണ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. അവന് ഡയറക്റ്റ് നോമിനേഷൻ കിടക്കുന്നുണ്ട്. റാണ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. ബാക്കി വീട്ടിലുള്ള എല്ലാ എണ്ണവും നോമിനേറ്റഡ് ആണ്. എന്നിട്ട് ഈ ആഴ്ച എൻ്റെ അഭിപ്രായത്തിൽ പോകാൻ ചാൻസ് ഉള്ളത് രഞ്ജിത്തായിരിക്കും കൂടുതൽ. സിംഗിൾ ആണെങ്കിൽ രഞ്ജിത്ത് പോകും, ഡബിൾ ആണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് നോക്കാം നമ്മുടെ വരെ പോകുന്നു. അപ്പോൾ ശരി, നമസ്കാരം, ബൈ.